COVID-19 നിങ്ങളുടെ കേൾവിയെ ബാധിച്ചിരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് 3-4 വർഷം മുന്നല്ലേ വന്നത്, കുഴപ്പമില്ല. COVID-19 വന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആളുകൾ വരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നത്. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേൾവിക്കുറവാണ്, ഹിയറിംഗ് ലോസ് ആണ്. അതേസമയം ചില ആളുകൾ ടിനൈറ്റസ് ആണ്. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂസ് ആണ്. ഓൾറെഡി ഹിയറിംഗ് ലോസ് ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഹിയറിംഗ് ലോസ് ശകലവും കൂടി മോശമാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വന്നു തുടങ്ങുന്നുണ്ട്. ബ്രെയിനിലെ ഓഡിറ്ററി സെൻറ്റേഴ്സ്, വിച്ച് മീൻസ് നമ്മുടെ ബ്രെയിനിൽ കാഴ്ചേനെ ആണെങ്കിലും കേൾവിനെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് കേൾവിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഓഡിറ്ററി സെൻറ്ററിലെ റീജിയൻ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ആയി പോയിട്ടുണ്ട്, ചുരുങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചില MRIs നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വെയിറ്റ്, സോ ഇറ്റ് മീൻസ് കോവിഡ് ജസ്റ്റ് നമ്മുടെ കേൾവിനെ മാത്രമല്ല, ബട്ട് ഓൾസോ ഹൗ അവർ ബ്രെയിൻ പ്രോസസ് ദി സൗണ്ട്. നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദങ്ങളെ ബ്രെയിൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതിനെ പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചില പേഷ്യൻസ് ആ ഒരു ടൈം ഫ്രെയിമിൽ ബ്രെയിൻ ഫോഗിങ്, അതായത് ചിലപ്പോൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു സെൻട്രൽ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ ആയിരിക്കാം. ഞാൻ ഓഡിയോളജിസ്റ്റ് നിഖിൽ. If you had COVID and feel your hearing or your memory is little off, get tested. ചിലപ്പോൾ അത് വെറും ഒരു തോന്നലല്ല, ശരിക്കും ഒരു പ്രശ്നമാണെങ്കിലോ.